പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സാർ ഗൈസ് നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. ലോങ് ട്രിപ്പാണ്. സ്ഥലമൊക്കെ സർപ്രൈസ്. ഇപ്പോഴും 4-5 മണിയായിട്ട്. അപ്പൊ നമുക്ക് അവിടെ പോയാലോ? ഗൈസ് നമ്മൾ പോണ വരെ ചായയും കുടിച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടാ പോയത്. അപ്പൊ ഗൈസ് അങ്ങനെ മനസ്സിലാവുന്ന ഏത് സ്ഥലമാണെന്ന് അവിടെ കണ്ടാ ബെസ്റ്റ് ഡാൻസ് കളിക്കുന്നത്. പിന്നെ നമ്മൾ 2 വർഷം മുമ്പ് വന്നപ്പോണ്ടല്ലോ ഇവിടെ ഈ ഫ്രെയിം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ ഫ്രെയിം ഒക്കെ വന്ന് ഇവിടെ കുറെ സ്ഥലം വിസിറ്റ് ചെയ്യാണ്ട് ഗൈസ്. നമുക്ക് അവിടെയൊക്കെ വിസിറ്റ് ചെയ്താലും. അപ്പൊ ഗൈസ് ഇതിന്റെ ബാക്ക് കമ്പനി മനസ്സിലാവും. ഇതൊരു സെറ്റ് വ്യൂ പോയിന്റ് ആണ്. നല്ല ഭംഗിയാണല്ലോ ഗൈസ്. ഗൈസ് നമ്മൾ കരുതോളം വന്നപ്പോൾ ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു. പക്ഷേ ഇപ്പോൾ തുള്ളി വെള്ളം പോലും ഇല്ല. നമ്മളതിന് 2-3 ക്ലിപ്പ് ആഡ് ചെയ്യാവേ. അപ്പൊ ഗൈസ് ഉച്ചയായി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. നമുക്ക് റൂം കിട്ടുന്നത് 2 മണിക്കാണ്. നമുക്ക് റൂം വെച്ചിട്ടുണ്ടാല്. അപ്പൊ ഗൈസ് നമ്മൾ റിസോർട്ടിലെത്തി. ഞാനും എൻ്റെ ഇക്കമാരും ചെന്നുടനെ അപ്പൊ തന്നെ പൂളോട്ട് ചാടി. ഗൈസ് 4 മണിക്കായപ്പോൾ നല്ല മഴ പെയ്തു. ഗൈസ് നല്ല സെറ്റ് വൈബായിരുന്നു. ഗൈസ് നമ്മൾ രാത്രി ആയപ്പോൾ ഞാനൊക്കെ ഭയങ്കര പാട്ടിട്ടോ ഡാൻസ് കളിച്ച് സെറ്റ് വൈബായിരുന്നു ഗൈസ്. വാഗമൺ നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണ് കഴിച്ചത്. നമുക്ക് അതിന് റൂം ടൂർ നോക്കിയാലോ? സ്വിമ്മിംഗ് പൂളും കുറെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ 10-15 ഫാമിലിയൊക്കെ ആയിട്ട് വന്ന എന്തിനും ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യാം. കുറെ നേരം കാണാൻ സ്ഥലമുണ്ട്. സെറ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഗൈസ്. എല്ലാവരും ഇവിടെ തന്നെ മസ്റ്റായിട്ട് വരണേ. നമുക്കിനി ഹോം ടാക്ക് പോയാലോ? ഗൈസ് ഇവിടെ കയറി വരുന്ന വിളക്ക് പിന്നെ കുറെ ക്ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. കണ്ടാ എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കാൻ സ്ഥലമുണ്ട് ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കിച്ചൺ. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. ഈ നമുക്ക് വരുന്ന എല്ലാ റൂമിലും ഓരോ ബാത്റൂം വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം. ഇവിടെ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റ് റൂമിൽ പോയാലോ? കൂട്ടത്തിൽ ഇതിലാണ് ഗൈസ് ഏറ്റവും വലിയ ബെഡ് ഉള്ളത്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് 4-5 പേർക്ക് സ്റ്റേ ചെയ്യാം. ഗൈസ് ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, മാഗി, കോഫി അങ്ങനെ ഉണ്ടാക്കാനുള്ള കുറെ റെസിപ്പീസ് ഉണ്ട്. നമുക്ക് ഇവിടെ കുറെ സാധനങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഈ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കും. വിശേഷം നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് വാഗമൺ സിറ്റി ആകാൻ പറ്റും. അവിടെ 2 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ തന്നെ നമുക്ക് ഈ പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്പോട്ടിന്റെ ഡീറ്റെയിൽ ആണെങ്കിൽ നമുക്ക് കമന്റ് ചെയ്താൽ നമ്മൾ ഈ സ്പോട്ടിന്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്ക് സമയമായി നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണേ. ഹലോ ഗൈസ്, ഇപ്പൊ നമ്മൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്താലോ? ഗൈസ് ഇവിടെ നേരെ പുതിയ ഫിഷ് പാസ് ചെയ്യാനായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഗൈസ് അവിടെ വെയിലായിട്ട് ആരും ഇല്ലായിരുന്നു. ഞാൻ 2-3 റൈഡിലൊക്കെ കയറി. നല്ല രസമുണ്ടായി ഗൈസ് എല്ലാം. ഗൈസ് ഇവിടെ ഈ റൈഡ് ഉണ്ടായിരുന്നു. എനിക്ക് പുറത്തെ ടിക്കവായിട്ട് കയറിയ ഗൈസ് നല്ല ഭംഗിയായിരുന്നു. ഗൈസ് ഇതുവരെ നമ്മൾ നേരെ പോയത് ഇന്ത്യൻ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലത്താണ്. നമ്മൾ അവിടെ എത്തിയ നല്ല പഴക്കമുള്ള കൊട്ടാരം ഗൈസ്. അവിടെ 2-3 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ മാമയാണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നാൽ. ഈ മാമ പറഞ്ഞു ഈ മാമ 60 വർഷമായിട്ട് നമ്മളിവിടെ ജീവിക്കായിരുന്നു. നല്ല പഴക്കമുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ മഹാറാണി താമസിച്ചിരുന്ന റൂം. ഗൈസ് ഇവിടെ കുറച്ച് ഭാഗമേ കാണാനുള്ളൂ. മിക്ക ഭാഗം പൊട്ടിപ്പൊളി കിടക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പറ്റുക. അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരും. ബൈ ബൈ.